പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ട കൊണ്ടുള്ള ഒരു തോരനാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായി നല്ല ടേസ്റ്റോടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തേങ്ങയിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇവ 3 കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. മുൻപ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റോളം ഇളക്കി തക്കാളിയുടെയും സവാളയുടെയൊക്കെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അലൂമിനിയത്തിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തീ കുറച്ചിട്ട ശേഷം ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും മുൻപ് ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മുട്ടത്തോരൻ റെഡി. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടത്തോരനേക്കാൾ ടേസ്റ്റ് വ്യത്യസ്തമാണ്. പെരിഞ്ജീരകമൊക്കെ ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.